ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് ഒരു വീഡിയോ ഗെയിമിനകത്തെ ലോകവും കാണിച്ചുകൊണ്ടാണ്. ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. ഇതിന്റെ പേര് ഫ്രീ സിറ്റി എന്നാണ്. നമ്മുടെ GT ഒക്കെ പോലുള്ള ഒരു ഗെയിമാണിത്. ഇതിലൊരു NPC ഉണ്ട്. NPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്ലെയർ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ആർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അവരെങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തു വെച്ചത് അതേപോലെ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ. അങ്ങനെ ഒരു NPC ആണ് ഗൈ. ഇവനാണ് ഈ കഥയിലെ നായകൻ. ഒരു ബാങ്കിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. ഇനി നമുക്ക് അവന്റെ ദിനചര്യകളിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യം ചെല്ലുന്നത് അവന്റെ പെറ്റായ ഒരു ഗോൾഡ് ഫിഷിന്റെ അടുത്തേക്കാണ്. ഇതിനെ അവൻ ഗോൾഡി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അതിനോടൊരു ഹായ് പറഞ്ഞതിന് ശേഷം അവൻ വേഗം ചെന്ന് കുളിച്ച് അവന്റെ യൂണിഫോം ഒക്കെ എടുത്തിടാണ്. ഒരു നീല ഷർട്ടാണ് അവൻ ധരിക്കുന്നത്. അങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വേഗം തന്നെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അതിനിടയിൽ ടിവിയിലെ ന്യൂസും അവൻ കാണുന്നുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവന്റെ റൂമിലെ കർട്ടനൊക്കെ പൊക്കി പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കും. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവൻ നേരെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കാണ്. NPC ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരേ കോഫി തന്നെയാണ് അവൻ കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരന്റെ അടുത്തൊരു ഹായും പറഞ്ഞിട്ടാണ് അവൻ ആ കോഫി ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ആ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ നേരെ പോകുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു നീല കളറിലുള്ള ഷൂസ് ആണ്. $200 അതിന്റെ വില. പക്ഷെ അവന്റെ അടുത്ത് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെയായിട്ട് അവനത് വാങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിയുമ്പോഴാണ് അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്. ഇയാളുടെ പേര് ബഡ്ഡി എന്നാണ്. അവൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ സെക്യൂരിറ്റിയാണ് ഇയാൾ. ഈ ഗൈക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഇയാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് ബാങ്കിലേക്ക് പോകുന്നത്. അങ്ങനെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞ് എല്ലാ ദിവസത്തെയും പോലെ അവൻ അവന്റെ ജോലികളിലേക്ക് കിടക്കുകയാണ്. ഏതെങ്കിലും കപ്പിൾസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമാണ്. അതിന്റെ കാരണം അവൻ ഇതുവരെയായിട്ടും ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. അവൻ മനസ്സിൽ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ രൂപമുണ്ട്. അതുപോലെ ഒരെണ്ണത്തിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവനിപ്പോ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാത്തത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും അവൻ ബഡ്ഡിയുടെ അടുത്ത് പറയുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊള്ളക്കാരൻ ബാങ്കിലേക്ക് വരിക. വന്ന ഉടനെ തന്നെ അയാളുടെ തോക്ക് പൊട്ടിക്കാൻ തുടങ്ങും. അത് കേട്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും കൈയും പൊക്കി ആ കൊള്ളക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കണം. ഇതും എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുമ്പോൾ ബഡ്ഡിയും ഗൈയും ആണെങ്കിൽ നിലത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി നടക്കുന്നതായതുകൊണ്ട് തന്നെ അവരത് വലിയ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല. ഈ സമയം ഗൈ ആണെങ്കിൽ അവന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെ കുറിച്ചാണ് പറയാ. ഇത് കേട്ട് കേട്ട് ബഡ്ഡിക്ക് ശരിക്കും മടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ഒരു ഭാവന മാത്രമാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണിനൊന്നും നീ കണ്ടെത്താൻ പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ മറുപടി പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ട മുഴുവൻ ക്യാരക്ടേഴ്സും NPC ആണ്. ഒരു ഗെയിമറിനും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ബാങ്കിലേക്ക് വന്ന കൊള്ളക്കാരൻ മാത്രം യൂസറാണ്. അയാൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ NPCകളെയും യൂസേഴ്സിനെയും തമ്മിൽ തിരിച്ചറിയുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് ആണെങ്കിൽ കണ്ണാടി വെച്ചിട്ടുണ്ടാവും. ഈ NPCസിന്റെ ഇടയിൽ ഒരു ടോക്ക് ഉണ്ട്. ഒരു കാരണവശാലും കണ്ണാടി വെച്ചവരുടെ അടുത്തേക്ക് പോകരുതെന്ന്. മാത്രമല്ല അവർക്ക് കണ്ണാടി വെക്കാനും പെർമിഷൻ ഇല്ല. ഇതാണ് ഈ ഗെയിമിന്റെ റൂള്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പെൺകുട്ടി ആ ലോകത്തിലേക്ക് വരികയാണ്. ഇവളൊരു യൂസറാണ്. ഇവളുടെ ഈ അവതാറിന്റെ പേര് മൊളോട്ടോ ഗേൾ എന്നാണ്. ഈ ഗെയിമിനകത്ത് അവൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു യൂസറിനെ മീറ്റ് ചെയ്യാനാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഗെയിമിനകത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവൻ അവന്റെ സ്റ്റാഷ് ഹൗസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഹൗസിലേക്ക് പോകാനുള്ള ഒരു മാപ്പാണ് അവൾക്ക് കൊടുക്കുന്നത്. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. നീ എങ്ങനെ അതിന്റെ അകത്തേക്ക് കയറി പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അത് കൊടുക്കുന്നത്. അവളാണെങ്കിൽ അവൻ ചോദിച്ച ക്യാഷും കൊടുക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാൻ നേരത്ത്, നീ എന്തിനാണ് ഈ തെളിവുകളൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ആ യൂസർ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. ഇതേ സമയം തന്നെ ഗൈയും ബഡ്ഡിയും കൂടെ അവരുടെ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ പെൺകുട്ടി അവരുടെ മുന്നിലേക്ക് വരുന്നത്. അവളെ കാണുമ്പോൾ ഗൈക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവന്റെ മനസ്സിലെ പെൺകുട്ടിയുടെ അതേ രൂപമാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ അന്തം വിട്ടാണ് അവൻ അവളെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അവൾ അവനെ പാസ് ചെയ്തു പോകുമ്പോൾ അവളൊരു പാട്ട് പാടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ഗൈ അവളെ നോക്കിക്കൊണ്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്കും ശരിക്കും അത്ഭുതമായി. സാധാരണ ഒരു NPCയും അവളോട് സംസാരിക്കാറില്ല. ആദ്യമായിട്ടാണ് ഒരു NPC അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതാണ് അവളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അങ്ങനെ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഈ സമയം ഗൈ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട്, ഇത് അവൾ തന്നെയാണ്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൈ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ, നീ എന്താണ് ഗൈ കാണിക്കുന്നത്? നീ അവളെ കണ്ടില്ലേ? അവൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മൾ NPCs ഒരിക്കലും അവളുടെ പുറകെ പോകാൻ പാടില്ല എന്നാണ് ബഡ്ഡി പറയുന്നത്. പക്ഷെ ഗൈ ആണെങ്കിൽ അതൊന്നും
മൈൻഡ് ചെയ്യുന്നില്ല. അവൻ വേഗം തന്നെ അവളുടെ പുറകെ പോവാണ്. അങ്ങനെ അവൾ നേരെ ചെന്ന് ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്യുന്നുണ്ട്. ഗൈയും ആ റെയിൽവേ പാളത്തിലേക്കാണ് നടക്കുന്നത്. പെട്ടെന്നാണ് ഒരു ട്രെയിൻ വന്ന് അവൻ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ആ ശബ്ദമൊക്കെ കേട്ട് അവളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൾ അവളുടെ ആ ഗെയിം സേവ് ചെയ്യാണ്. ഇനി നമുക്ക് യഥാർത്ഥ ലോകത്തിലേക്ക് പോവാം. ഈ മൊളോട്ടോവ് ഗേൾ എന്ന് പറയുന്ന ഈ യൂസറിന്റെ യഥാർത്ഥ നെയിം മിലി എന്നാണ്. ഇവളും ഒരു ഗെയിം ഡെവലപ്പർ ആണ്. ഈ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഗെയിമിന്റെ കമ്പനിയുടെ പേര് സുനാമി എന്നാണ്. ഇവളും ഒരു കാലത്ത് അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഗെയിം അവൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സുനാമിയുടെ സിഇഒ ആണെങ്കിൽ അത് അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ അവൾ ആ കമ്പനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അവളുടെ കൺസെപ്റ്റ് ആണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തെളിവ് അവളുടെ കയ്യിലില്ല. എന്നാൽ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഗെയിമിനുള്ളിൽ ആ തെളിവുകൾ കിടക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്താനാണ് അവൾ ഇപ്പോൾ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈയുടെ ജീവിതം വീണ്ടും ആരംഭിച്ചു. ഇന്നു മുതൽ അവൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ അവൻ ഒരു തവണയാണ് ആ കർട്ടൻ പൊക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം കുറെ തവണ അവൻ ആ കർട്ടൻ പൊക്കി നോക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വേഗം തന്നെ ആ കോഫി ഷോപ്പിലേക്ക് പോവാണ്. എല്ലാ ദിവസവും ഒരേ കോഫി തന്നെയാണല്ലോ അവൻ വാങ്ങാറുള്ളത്. എന്നാൽ ഇന്നത്തെ ദിവസം അവനൊരു ക്യാപ്പിച്ചീനോ വേണം എന്നാണ് ആ കോഫി ഷോപ്പിലെ ഗേളിനോട് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഒരു കോഫിയുടെ പേരും അവൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ അവൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്താണല്ലോ. അതാണ് അവളുടെ മുഖത്തൊരു ഞെട്ടൽ. പിന്നെ അവൻ എന്തോ ആലോചിച്ചതിന് ശേഷം ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് സാധാ കോഫി മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ കോഫിയും മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ അവന്റെ ബാങ്കിലെത്തി. അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കൊള്ളക്കാരൻ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന് വെടി പൊട്ടിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ അവനും ബെഡ്ഡിയും വേഗം തന്നെ താഴേക്ക് കിടക്കുന്നു. ഇന്നത്തെ ദിവസം അവൻ ആ പെണ്ണിന്റെ പുറകെ പോകുന്ന കാര്യങ്ങളാണ് ബെഡ്ഡിയുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ ആ പെണ്ണ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അവളുടെ പുറകെ നമുക്ക് പോകാൻ പാടില്ല എന്നാണ് ബെഡ്ഡിയുടെ അഭിപ്രായം. അത് കേൾക്കുമ്പോഴാണ് അവനൊരു ആശയം ഉദിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കൊരു ഗ്ലാസ് വെച്ചൂടാ? അങ്ങനെ വരുമ്പോ എനിക്ക് അവളുടെ പുറകെ പോയിക്കൂടെ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ കൊള്ളക്കാരന്റെ അടുത്തേക്ക് ചെല്ലാണ്. അയാളുടെ ഗ്ലാസ് എടുക്കാനാണ് അവന്റെ ലക്ഷ്യം. അതൊരു യൂസർ ആണല്ലോ. അയാളാണെങ്കിൽ അവനെ ശരിക്കിട്ട് ഇടിക്കാൻ തുടങ്ങി. ഞാനാണ് കൊള്ളക്കാരൻ, നീയല്ല. ഞാൻ ഇവിടെ കയറി വന്നാൽ നീ മുട്ടുകുത്തി നിൽക്കുകയാണ് വേണ്ടത്. അതാണ് ഈ ഗെയിമിലുള്ള നിന്റെ ജോലി എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് പറയുന്നതിനിടയിൽ അയാൾ നല്ല രീതിയിൽ അവനെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ സമയം ഗൈ നോക്കുമ്പോൾ മിലി അതിലെ നടന്നു പോകുന്നുണ്ട്. ഇന്ന് എന്തായാലും അവളോട് സംസാരിക്കണം എന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വേഗം തന്നെ അയാളുടെ കണ്ണാടി പിടിച്ചു വാങ്ങിയിട്ട് അവൻ അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ ആ യൂസർ ചത്തു കഴിയുമ്പോൾ യഥാർത്ഥ ലോകത്തിൽ ആ യൂസറിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. എന്താണ് ഈ ഗെയിം ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് ആ കുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈ ആണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കണ്ണാടി എടുത്ത് വെക്കുകയാണ്. അത് വെച്ച് കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. അതായത് അവനിപ്പോൾ ഒരു യൂസർ കാണുന്ന പോലെയാണ് ആ ലോകത്തെ കാണുന്നത്. അവന്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസും കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു യൂസർ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഇടിച്ചിട്ട് താഴേക്ക് വീഴുന്നത്. അയാൾ ചത്തോടുകൂടെ അയാളുടെ മുന്നിൽ കുറെ പൈസ വന്ന് കിടക്കുന്നുണ്ട്. ആ കണ്ണാടി വെച്ചുകൊണ്ട് ഗൈക്കും ആ പൈസ കാണാൻ പറ്റുന്നുണ്ട്. അവൻ വേഗം തന്നെ ആ പൈസ മൊത്തം അവിടെ നിന്ന് കളക്ട് ചെയ്യാണ്. $2000 മുകളിലുണ്ട് അത്. അത്രയും പൈസ അവന് കിട്ടിയെന്നാണ് കാണിക്കുന്നത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ വേഗം ചെന്നിട്ട് അവന്റെ ATM ചെക്കിയാണ്. അവൻ നോക്കുമ്പോൾ അത്രയും പൈസ അവന്റെ ബാങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ സുനാമി എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവിടുത്തെ ഡെവലപ്പർമാരിൽ 2 പേരാണ് കീസും മൗസറും. കീസ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗെയിമിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ഗൈ ഇപ്പോൾ ഒരു യൂസറെ കൊന്നല്ലോ, ആ കാര്യമാണ് അവനിപ്പോൾ മൗസറിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു NPC ഒരു യൂസർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? ഇത് ഏതെങ്കിലും ഒരുത്തൻ ഹാക്ക് ചെയ്തായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ ബാൻ ചെയ്ത് കളഞ്ഞേക്ക് എന്നാണ് മൗസർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ അതൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കീസ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ഗെയിമിനകത്തേക്ക് കയറിയിട്ട് അവന്റെ പണി ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഗെയിം കളിക്കാൻ തുടങ്ങി. ഈ സമയം ഗൈ ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ ഷൂ വിൽക്കുന്ന കടയിലേക്കാണ്. ഇപ്പോൾ അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ആ ഷൂ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നവൻ എത്തിച്ചേരുന്നത് ആ റെയിൽവേ പാളത്തിന്റെ അടുത്താണ്. അവൻ നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്തായിട്ട് ഒരു വാതിൽ കാണുന്നുണ്ട്. മൾട്ടിപ്ലെയർ ലോഞ്ച് ആണത്. അവൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് കീസും മൗസറും പോലീസ് വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഏത് ഗെയിം ഭ്രാന്തനാണെങ്കിലും ഒരു NPCയുടെ രൂപത്തിൽ നിനക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്കിന്ന് നീ മാറ്റുന്നതാണ് നല്ലത് എന്നാണ് അവർ ഗൈഡ് എടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സ്കിന്ന് മാറ്റാനോ? ഞാനെങ്ങനെ മാറ്റാനാണ്? ഇതെന്റെ യഥാർത്ഥ സ്കിന്നാണ് എന്നാണ് ഗൈ മറുപടി പറയുന്നത്. അവന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കാണുമ്പോൾ കീസും മൗസറും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ഗൈ ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൻ
നേരെ പോകുന്നത് പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. കീസും മൗസറും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്താണ് ഗൈ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ പുതിയ ഷൂസിൽ ഒരു ബട്ടൺ ഉണ്ട്. അവൻ വേഗം തന്നെ ആ ബട്ടണിൽ പ്രസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ വളരെ ഉയരത്തിലേക്ക് അവൻ ചാടാൻ തുടങ്ങി. അങ്ങനെ അവനിപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. മൗസറിനും കീസിനും അങ്ങോട്ട് എന്തായാലും ഓടിയെത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മൗസർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഗോഡ് മോഡ് ഓൺ ആക്കുകയാണ്. അതിനെ തുടർന്ന് മുകളിലേക്കുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ വഴികളിലൂടെ വേഗം തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവരടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ഗൈ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ഓടി ചെന്നിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ചത്തുപോകും. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് മറ്റൊരു ഓപ്ഷൻ ഓണാക്കുകയാണ്. അങ്ങനെ അവൻ വളരെ സേഫ് ആയിട്ട് താഴെ എത്തി. താൻ ചത്തിട്ടില്ല എന്ന് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. പക്ഷെ പെട്ടെന്നാണ് കീസും മൗസറും കൂടെ അങ്ങോട്ട് പാഞ്ഞു വന്ന് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ മരിക്കുകയും ചെയ്യുന്നു. ബ്ലൂ ഷർട്ട് ഗൈ എന്നാണ് അവരവനെ വിളിക്കുന്നത്. അവനെ കൊന്നെങ്കിലും അവരുടെ പ്രശ്നം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. കീസ് പറയുന്നത് അവനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ സെർവർ മൊത്തം ചെക്ക് ചെയ്തു. ഒരു പ്ലെയറിന്റെ എണ്ണം കുറയേണ്ടതാണ്, പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് മറ്റെന്തോ പ്രശ്നം. നമുക്ക് എന്തായാലും ഈ കാര്യം ആൻഡ്വാനോട് പറയാം എന്നാണ് കീസ് പറയുന്നത്. ഈ ആൻഡ്വാൻ എന്ന് പറയുന്നതാണ് ഈ സുനാമി എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ. കീസ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മൗസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്വാനോട് ഈ കാര്യം ഇപ്പൊ പറയാൻ പോകണ്ട. ഈ ഫ്രീ സിറ്റി ഗെയിമിന്റെ സെക്കൻഡ് പാർട്ട് ലോഞ്ച് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അവൻ. ഈ കാര്യം പറഞ്ഞ അവൻ വല്ല തെറിയും നിന്നെ വിളിക്കും. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യം ആൻഡ്വാനെ അറിയിക്കണ്ട എന്നാണ് മൗസറിന്റെ അഭിപ്രായം. അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കീസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയം അവൻ നോക്കുമ്പോൾ മിലിയോ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മിലി എന്ന് പറയുന്നത് അവന്റെ ഫ്രണ്ട് ആണ്. ഇവർ ഒരുമിച്ചാണ് ആ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ മെയിൻ ബുദ്ധി മിലിയുടേതാണ്. അതിനുശേഷമാണ് ആൻഡ്വാൻ അത് അടിച്ചു മാറ്റിയത്. ഈ കാര്യം കീസിനും അറിയാം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവൻ ഇപ്പോൾ അയാളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നത്. ഈ സമയം മിലി അങ്ങോട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തെന്നങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്റെ ജോലി പോവും. അതുകൊണ്ട് നീ ഇപ്പൊ പോവാൻ നോക്ക് എന്നൊക്കെയാണ് കീസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്കറിയാലോ എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്ന ആ ഗെയിം, അതാണ് ആൻഡ്വാൻ അടിച്ചു മാറ്റിയത്. അതിന്റെ തെളിവുകളൊക്കെ അവൻ ഫ്രീ സിറ്റിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് എടുക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നിന്റെ സഹായം കൂടെ എനിക്ക് വേണം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പേടി കാരണം കീസ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അവൻ കൂടെ വന്നില്ലെങ്കിലും ആ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് മിലി. അങ്ങനെ അവൾ വേഗം തന്നെ ആ സ്റ്റാഷ് ഹൗസിന്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈ അങ്ങോട്ട് വരുന്നത്. അവൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നു കാണുമ്പോൾ അവൾ ആദ്യം അവനെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമയത്താണ് അവനൊരു NPC ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായത്. ഒരു NPC ആയ നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെ അവരാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റാഷ് ഹൗസിൽ നിന്നും കുറെ ആളുകൾ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ മിലി ആണെങ്കിൽ പെട്ടെന്ന് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം ആ പോർട്ടൽ വഴി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവനെയും കൊണ്ട് പോകുന്നത് അവളുടെ ഗ്യാരേജിന്റെ അകത്തേക്കാണ്. അതിനകത്ത് കുറെ കാറുകളും അവളുടെ കുറെ വെപ്പൺസും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവനും ശരിക്കും അത്ഭുതമായി. പക്ഷെ അവൻ അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് എടുക്കാൻ പറ്റത്തില്ല. നീ നിന്റെ ലെവല് കൂട്ടിക്കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവള് പറയുന്നത്. അവള് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് അവൾ ആ ലെവല് കാണിച്ചു കൊടുക്കുന്നത്. അവൾ ഇപ്പോഴുള്ളത് 195ാമത്തെ ലെവലിലാണ്. എന്നാൽ അവനാണെങ്കിലോ 1ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് നീ 100ന്റെ മുകളിലേക്കെങ്കിലും എത്തിക്കി. അങ്ങനെ വരുമ്പോൾ നിനക്കിതെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഈ ലെവല് കൂട്ടുക എന്നവൻ ചോദിക്കുമ്പോൾ അതിനുള്ള വഴി അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ലോകമാണ്. നിനക്ക് ഇവിടെ ആരെ വേണമെങ്കിലും കൊല്ലാം, ഏത് കട വേണമെങ്കിലും മോഷ്ടിക്കാം, ആരിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഈ ലെവല് കൂട്ടാൻ പറ്റൂ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയ്യോ അതെനിക്ക് പറ്റത്തില്ല, പാവങ്ങളെ ഒന്നും ഞാൻ ഉപദ്രവിക്കത്തില്ല എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. നീ പാവങ്ങളെ ഉപദ്രവിക്കണ്ട, വേറെയും കുറെ ആളുകൾ ഉണ്ടല്ലോ ഇതില്, അവരിൽ നിന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് കാശ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നിന്റെ ലെവലെല്ലാം കൂടുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ആ പണിയൊക്കെ തീർത്തിട്ട് എന്നെ വന്ന് കാണ് എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് ഗൈ ആണെങ്കിൽ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങാണ്. മോഷ്ടിക്കുന്നതിനൊക്കെ പകരം അവൻ ആളുകളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് ആളുകളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. വില്ലന്മാരുടെ കയ്യിൽ നിന്നും പല സാധനങ്ങളും എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൻ അവന്റെ ലെവല് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ഈ രീതികളെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂ ഷർട്ട് ഗൈ ഇപ്പോൾ നല്ല രീതിയിൽ ഫേമസ് ആയിരിക്കുകയാണ്. സാധാരണ അക്രമം കാണിക്കുന്ന ആളുകളെ എല്ലാവരും ഗെയിമുകളിൽ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇവനാണെങ്കിൽ വളരെ ഡിഫറന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവന്റെ പോലെ ആയാൽ മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ കീസ് ആണെങ്കിൽ അവന്റെ ഓഫീസിലിരിക്കുകയാണ്. അതിനിടയിൽ മിലിയുടെ ഒരു മെസ്സേജ് അവന് വരുന്നുണ്ട്. ആ തെളിവുകളൊക്കെ ഈ സ്റ്റാഷ് ഹൗസിലുണ്ട്. ഞാൻ അത് എടുക്കാൻ വേണ്ടി ഒരു തവണ ശ്രമിച്ചതാണ്, പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നാണ് അവള് മെസ്സേജ് അയക്കുന്നത്. അവൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൻ അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ അവൻ ഗെയിം കളിക്കാൻ പോകുന്നില്ല. അതിനു പകരം ആ സ്റ്റാഷ് ഹൗസിന്റെ അകത്തേക്കുള്ള ഒരു സീക്രട്ട് ഡോർ ഓപ്പൺ
ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് അവൾ ആ സ്റ്റാഷ് ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ബാത്റൂമിന്റെ അകത്തിരുന്നിട്ട് ആ ഹൗസിന്റെ അകത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ തെരച്ചിലിന് ശേഷം അവൾ ആ തെളിവുകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതൊരു വീഡിയോ ക്ലിപ്പാണ്. പക്ഷെ അവൾ അത് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ സ്റ്റാഷ് ഹൗസിലെ കാവൽക്കാരൊക്കെ അതിന്റെ അകത്തേക്ക് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ അവരെല്ലാവരും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഗയ്യോ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ്. ഈ സമയത്താണ് അവൾ അങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന കാര്യങ്ങളൊക്കെ അവൾ അവന്റെ അടുത്ത് പറയുന്നത്. അവൾ അവനോട് സംസാരിക്കുന്നത് കീസിനും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ NPC ഇല്ലേ അവനും ഇപ്പോൾ എന്നെ അങ്ങോട്ട് സഹായിക്കാൻ വന്നിട്ടുണ്ട് എന്നാണ് അവൾ മറുപടി പറയുന്നത്. പക്ഷെ കീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ അങ്ങോട്ട് വന്നതായിട്ട് അവന് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ സംശയിച്ചിരിക്കുകയാണ്. ഈ സമയവും അവർ ആ കാവൽക്കാരുമായിട്ടുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അതിൽ കുറെ ആളുകൾ ഇടിച്ചിട്ടിട്ട് ഗൈ ആണെങ്കിൽ മിലിയം കൊണ്ട് പെട്ടെന്നൊരു ബൈക്കിൽ കയറി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ കമ്പനിക്കകത്തേക്ക് അതിന്റെ CEO ആയ ആന്റോൻ വന്നിട്ടുണ്ട്. അവനും ഇപ്പോൾ ആ ബ്ലൂ ഷർട്ട് ഗൈയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ വളരെ ഉത്സാഹത്തിലാണ്. ആ ബ്ലൂ ഷർട്ട് ഗൈ കാരണം അവരുടെ ഗെയിമിന്റെ സെയിലൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ സിറ്റി 2 ആ ബ്ലൂ ഷർട്ട് ഗൈയുടെ സ്കിൻ ഉൾപ്പെടുത്തണം. എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവന് വരുത്തിയേക്ക്, അവന്റെ മസിലൊക്കെ കുറച്ചുകൂടെ കൂട്ടിയേക്ക് എന്നൊക്കെയാണ് അയാളുടെ പ്രോഗ്രാമേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഞങ്ങളിത് ചേർക്കാനാണ്? ഇപ്പൊ തന്നെ ഫ്രീ സിറ്റി 1 ഒരുപാട് സ്കിന്നുകൾ ഞങ്ങൾക്ക് ചേർക്കാനുണ്ട്. എല്ലാം കൂടെ ഞങ്ങൾക്ക് സമയം തികയത്തില്ല എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ഒരു സ്കിന്നും നിങ്ങൾ ചേർക്കണ്ട, ഇവനെ മാത്രം നിങ്ങൾ ചേർത്താൽ മതി എന്നാണ് ആന്റോൻ പറയുന്നത്. അതെങ്ങനെയാണ് ആന്റോൻ ശരിയാവുന്നത്? നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളതല്ലേ ഫ്രീ സിറ്റി 2 ഫ്രീ സിറ്റി 1 ക്യാരക്ടേഴ്സ് ഉണ്ടാവുമെന്ന്. ഇത് നമ്മുടെ യൂസേഴ്സിനെ പറ്റിക്കലല്ലേ? ഒന്നാമതേ ഫ്രീ സിറ്റി 1 മുഴുവൻ ബഗ്ഗുകളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആവുമ്പോൾ പിന്നെ ആരും ഇത് വാങ്ങാൻ പോകുന്നില്ല എന്നൊക്കെയാണ് കീസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതൊന്നും നീ നോക്കണ്ട, നമ്മുടെ ഗെയിം ഇപ്പോൾ മറ്റെല്ലാ ഗെയിമിനെക്കാളും ഒന്നാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് യൂസേഴ്സ് പറയുന്നൊന്നും കാര്യമാക്കണ്ട എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയവും കീസ് ആണെങ്കിൽ ആ ബ്ലൂ ഷർട്ട് ഗൈനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വേഗം തന്നെ അവന്റെ സ്കിന്നൊക്കെ ശരിക്കും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു യൂസറിനെ അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. കുറച്ച് സമയം കൂടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. ഈ ബ്ലൂ ഷർട്ട് ഗൈ എന്ന് പറയുന്നത് ഒരു യൂസർ അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതായത് ആ ക്യാരക്ടർ ഇപ്പോൾ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് ഒക്കെ റീച്ച് ആവത്തുള്ളൂ. അപ്പൊ കമന്റ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ ഈ സിനിമയുടെ 2ാമത്തെ ഭാഗം വരുന്നതായിരിക്കും.